കണ്ണൂര് റെയിൽവേ സ്റ്റേഷനിൽ വന്ദേ ഭാരതിൽ കയറി നിൽക്കുമ്പോഴാണ് ഇവര് വരുന്നത്. സ്റ്റേഷന്റെ മെയിൻ എൻട്രൻസിന് കുറച്ച് പേര് തടഞ്ഞു എന്നല്ലാണ്ട് വേറെ ഒന്നും നടന്നില്ല. കാരണം ഞാൻ നേരെ ഓപ്പോസിറ്റ് നിന്ന് കണ്ടോണ്ടിരിക്കാം. പോലീസാണെങ്കിൽ പറ്റും, പോലീസുണ്ട്, ഒന്നും സംഭവിച്ചില്ല. അവരതിട്ട് നടന്ന് സ്റ്റെപ്പ് കയറി 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്ന് നമസ്കാരം. വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു രാജി ഉണ്ടാകുമെന്ന് ഏകദേശം ഉറപ്പായി. രാജിച്ചേ പറ്റൂല്ലെങ്കിൽ പുറത്താക്കും. സത്യപ്രതിജ്ഞ ലംഘനമാണ്. നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കാര്യമാണ് പറയുന്നത്. എന്താ സത്യപ്രതിജ്ഞ? എല്ലാവരും ഒരുപോലെ കാണും, എല്ലാവർക്കും ഒരേ നീതി ഉറപ്പാക്കും, എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കും, ഇല്ലേ? ഒരു പൊതുപ്രവർത്തനാണല്ലോ. സത്യപ്രതിജ്ഞ ലംഘനമാണ് നടത്തിയിരിക്കുന്നത്. വ്യാജ പരാതി കൊടുത്തു, വ്യാജ കേസിൽ കള്ളക്കേസ് കൊടുത്തിട്ട് നിരപരാധികളെ പിടിച്ചകത്താക്കി. സർക്കാർ സംവിധാനങ്ങൾ തന്റെ വകുപ്പ് ഒക്കെ ദുരുപയോഗം ചെയ്തു. അങ്ങനെ 100 കൂട്ടം കാര്യങ്ങളാണ് ഒരൊറ്റ ദിവസം കൊണ്ട് നടന്നത്. എങ്ങനെ മന്ത്രിയുടെ സ്ഥാനം പോകുന്നേ? വെറുതെ സാധാരണഗതിയിൽ സ്ഥാനം കളയുന്ന അല്ലെങ്കിൽ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞു. അതൊക്കെ പണ്ടായിരുന്നു. ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കുന്നു എന്നൊക്കെ 90കളിൽ പറഞ്ഞിരുന്നു. ആന്റണിയുടെയും കെ കരുണാകരന്റെയും നായനാരുടെയൊക്കെ കാലത്ത്. അന്നുള്ളവർക്ക് അന്തസ്സും കുറച്ചൊക്കെ ആത്മാഭിമാനവും കുറച്ചൊക്കെ ഉളുപ്പും ഉണ്ടായിരുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അവരുടെ കുറ്റം അല്ലെങ്കിൽ കൂടി രാജിവെച്ച് മാതൃക കാണിക്കുമായിരുന്നു. എന്നാൽ ഇവിടെ അതല്ല. ഇവിടെ ആരെ കൊന്നു കഴിഞ്ഞാലും അതിനെ ന്യായീകരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് നമ്മൾ കണ്ടുവരിക. അവരെയൊക്കെ സംരക്ഷിച്ചു നിർത്തുക. ഇതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഗവർണറെ കാണാനും പരാതി കൊടുക്കാനും KSU തീരുമാനിക്കുന്നത്. അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഗവർണറെ കണ്ട് മന്ത്രിക്കെതിരെ പരാതി കൊടുക്കാൻ തന്നെയാണ് KSU തീരുമാനിച്ചിട്ടുള്ളത്. അതിനുള്ള പിന്നാമ്പുറ പ്രവർത്തനങ്ങൾ തുടങ്ങി. അധികം വൈകാതെ ഗവർണറുടെ അടുത്ത് പരാതി എത്തും. രേഖാമൂലം പരാതി എത്തും. എല്ലാം തെളിവുകളായിട്ട് ഇവിടെ കിടപ്പുണ്ടല്ലോ. തെളിവില്ലാത്ത കേസൊന്നും അല്ലല്ലോ. പുറത്താക്കണം, മന്ത്രി രാജിവെക്കണം, ഇല്ലെങ്കിൽ മന്ത്രിയെ പുറത്താക്കണം. അതാണ് KSUവിന്റെ ആവശ്യം. കേവലം ഒരു പരാതി, തെളിയിക്കപ്പെടാത്ത ഒരു പരാതി, തെളിവുകളില്ലാത്ത ഒരു പരാതി, ആരോപണം, അത് തന്നെ നിലനിൽക്കില്ല എന്ന് കോടതി പറഞ്ഞ കേസ്. ഏത്? രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസാണ്. ആ കേസിൽ പോലും MLA സ്ഥാനം രാജിവെക്കണം, പുറത്തു പോകണം എന്നൊക്കെ പറയുന്ന ഒരു സംവിധാനമാണ്, പാർട്ടി സംവിധാനമാണ് ഇവിടെ. ആ പാർട്ടി സംവിധാനത്തിന് കീഴിൽ തന്നെയുള്ള ഒരു ജനപ്രതിനിധി, ജനങ്ങളുടെ മന്ത്രി തന്നെയാണ് തന്റെ വകുപ്പ് ദുരുപയോഗം ചെയ്ത്, തന്റെ പദവി ദുരുപയോഗം ചെയ്ത് കള്ളക്കേസ് ഉണ്ടാക്കി കുറച്ചെണ്ണത്തിനെ 4-5 പിടിച്ച് ജയിലിലിട്ടേക്കുന്നത്. വ്യാജ ആരോപണം, വ്യാജ പരാതി, ഒരു രോഗവും ഇല്ലാഞ്ഞിട്ടും ആശുപത്രി സൗകര്യങ്ങളെ ദുരുപയോഗം ചെയ്തു. അവിടുത്തെ ഡോക്ടർമാരെയൊക്കെ ഭീഷണിപ്പെടുത്തി, അല്ലെങ്കിൽ അവരെ പ്രലോഭിപ്പിച്ച്, അല്ലെങ്കിൽ അവരെ നിർബന്ധിച്ച് അവിടുത്തെ സൗകര്യങ്ങൾ, സാധാരണക്കാർക്ക് ലഭിക്കേണ്ടിയിരുന്ന സൗകര്യങ്ങളെല്ലാം ദുരുപയോഗം ചെയ്തു. തന്റെ പദവി ദുരുപയോഗം ചെയ്യില്ല എന്നും ജനപ്രതിനിധിയായി ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുമെന്ന് പറഞ്ഞ മന്ത്രി മാത്രമല്ല അവിടെ പ്രതിസ്ഥാനത്താകുന്നത്. മന്ത്രി 1-ാം പ്രതിയാണ്. വീണ ജോർജ് 1-ാം പ്രതിയാണ് ആകുന്നത്. എന്നാൽ പ്രതിപട്ടികയിൽ ആശുപത്രിയിലെ ജീവനക്കാർ, നഴ്സുമാരടക്കം പെടും. അവർ തന്നെ തെളിവുണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, സെൽഫി എടുത്തിട്ടും അല്ലാതെയും ഒക്കെ. ഒരു ആശുപത്രിയിലെ സൗകര്യങ്ങൾ രോഗിക്കാണ്, അവിടെ അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അവിടെ ചികിത്സയ്ക്ക് വരുന്ന രോഗികൾക്ക് കൊടുക്കാനുള്ളതാണ്. ആ സ്ഥാനത്ത് ഒരു രോഗവും ഇല്ലാത്ത ഒരാളെ പിടിച്ച് ICU യൂണിറ്റിൽ കിടത്തി. ICUയിൽ മൃതപ്രായമായി കിടക്കുന്ന അല്ലെങ്കിൽ ഗുരുതരമായ രോഗം ബാധിച്ച് കിടക്കുന്ന ഒരു രോഗി, അത്രത്തോളം കഴുത്തൊക്കെ ഒടിഞ്ഞ് കയ്യും കാലും ഒക്കെ ഒടിഞ്ഞ് കിടക്കുന്ന ഒരു രോഗി. ആ രോഗിയാണ് മുഖ്യമന്ത്രി വിളിക്കുമ്പോൾ ചാടി എഴുന്നേറ്റ് സല്യൂട്ട് കൊടുക്കുന്നതും അതുപോലെ അവിടെ വരുന്ന നഴ്സുമാരോട് ചേർന്ന് സെൽഫി എടുത്ത് കളിക്കുന്നതും ഒക്കെ. മന്ത്രിയുടെ വിലാസങ്ങൾ അവിടെ കൊണ്ട് തീർന്നിട്ടില്ലല്ലോ. പോലീസുകാരെ കൊണ്ട് നിർബന്ധിച്ച് കള്ളക്കേസ് എടുപ്പിച്ചു. പോലീസുകാർ റിപ്പോർട്ട് കൊടുത്തേക്കുന്നത് എന്താണ്? മന്ത്രിയെ മർദ്ദിച്ചു, മന്ത്രിയുടെ ഗൺമാനെ ഊറക്കിട്ടു, മന്ത്രിയുടെ കഴുത്ത് ഒടിച്ചു, കൈ തല്ലി ഒടിച്ചു എന്നൊക്കെയാണ്. അല്ല, 10-35 പോലീസുകാരുണ്ടായിരുന്നു. ഇവരെവിടായിരുന്നു? അവിടെ KSUവിന്റെ പ്രവർത്തകർ വന്ന സമയത്ത് കരിങ്കൊടി ഉയർത്തതേ അവർക്ക് ഓർമ്മയുള്ളൂ. ആ 35 കൂടെ വളഞ്ഞിട്ട് 5 തൂക്കിയെടുത്തുകൊണ്ട് പോണെന്നാണ് കണ്ടത്. ശ്വാസം കിട്ടിയിട്ടുണ്ടാവുന്ന സംശയമാണ്. അവർ ശ്വാസം കിട്ടിയിട്ട് എന്താണ് അവസ്ഥ എന്ന് ഇനി അവർ കണ്ട് ചോദിക്കുമ്പോഴേ അറിയാൻ പറ്റൂ. അതായിരുന്നു അവസ്ഥ. പക്ഷെ അതൊക്കെ ഓക്കെ. എന്നാലും മന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന നിലയിലാണല്ലോ പോലീസ് റിപ്പോർട്ട്. അത്തരത്തിലുള്ള റിപ്പോർട്ട് പോലീസ് വെറുതെ വിട്ടിടൂലല്ലോ. അതായത് നിയമ സംവിധാനങ്ങളെ കൂടി ദുരുപയോഗം ചെയ്യുന്ന വിധത്തിൽ മന്ത്രി പ്രവർത്തിച്ചു. പൂർണ്ണമായും സത്യപ്രതിജ്ഞ ലംഘനം. ഇവിടെ പുറത്തു വന്ന ഒരു വോയിസ് ഉണ്ട്. മന്ത്രിയോടൊപ്പം ആ സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ, അവർ പറയുന്ന ഒന്ന് കേൾക്ക്. ഞാന് കണ്ണൂര് റെയിൽവേ സ്റ്റേഷനിൽ വന്ദേ ഭാരതിൽ കയറി നിൽക്കുമ്പോഴാണ് ഇവര് വരുന്നത്. സ്റ്റേഷന്റെ മെയിൻ എൻട്രൻസിന് കുറച്ച് പേര് തടഞ്ഞു എന്നല്ലാണ്ട് വേറെ ഒന്നും നടന്നില്ല. കാരണം ഞാൻ നേരെ ഓപ്പോസിറ്റ് നിന്ന് കണ്ടോണ്ടിരിക്കാം. പോലീസാണെങ്കിൽ പറ്റും, പോലീസുണ്ട്, ഒന്നും സംഭവിച്ചില്ല.
അവരതിട്ട് നടന്ന് സ്റ്റെപ്പ് കയറി 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്ന് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് വീൽ ചെയർ എടുക്കുക, അവർക്ക് കഴുത്തുവേദന ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വീൽ ചെയർ വന്നില്ല, മറ്റൊരു വേറെ വണ്ടി വന്നു. ആദ്യം വീൽ ചെയർ പോലീസുകാർ എടുത്തോണ്ട് വന്നു, അത് കഴിഞ്ഞിട്ട് മറ്റേ വണ്ടി വന്ന് അതിൽ കയറ്റിക്കൊണ്ട് പോയി. അവിടെ വേറെ ഒന്നും നടന്നില്ല. പെട്ടെന്ന് വന്നപ്പം പെട്ടെന്ന് ജൈവ കേട്ടപ്പോ എല്ലാവരും പേടിച്ചു പോയിന്നല്ലാണ്ട് വേറെ ഒന്നും അവിടെ ഉണ്ടായില്ല. ചുമ്മാണ് കരിങ്കൊടി കാണിച്ചു, അവര് ചിന്താവ വിളിച്ചു എന്നുള്ളത് സത്യമാണ്, രാജിവെക്കണം എന്ന് പറഞ്ഞ്. എല്ലാം കൂടി ഒരു 2-3 മിനിറ്റ് പോലും ഉണ്ടായില്ല. എന്നിട്ട് ഈ പെണ്ണുങ്ങൾ നടന്ന് സ്റ്റെപ്പ് കയറി 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്ന് വന്ദേ ഭാരതിന് അവർക്ക് C4 ആയിരുന്നു. അവിടെ വന്ന്, അതായത് ഞാൻ C9 ആയിരുന്നു, ഒരു C4 ആയിരുന്നു. അവിടെ വന്ന് ഇരിക്കുന്നൊക്കെ കണ്ടത് ഒരു കുഴപ്പമില്ലായിരുന്നു. എന്തൊരു അഭിനയ ദൈവം. കേട്ടല്ലോ, അവിടെ ഒരു ചുക്കും നടന്നില്ല, ഒരു ചുണ്ണാമ്പും നടന്നില്ല. വെറുതെ മന്ത്രിക്ക് തോന്നി ഇത് കളിക്കാൻ പറ്റിയ ഒരു കളിയാണ്. ആ സ്റ്റെപ്പ് എല്ലാം കയറി അപ്പുറത്ത് ഇറങ്ങി അടുത്ത പ്ലാറ്റ്ഫോമിൽ എത്തുന്നത് വരെ ഒരു കുഴപ്പമില്ല. ഷംസീറിനെ കണ്ടപ്പോഴാണ് സംഗതി ഓടിയത്. നല്ലൊരു ഐഡിയ ആണ്, ഒരു കളി നടത്താൻ. പക്ഷെ വളരെ പെട്ടെന്ന് എടുത്ത കളിയായതുകൊണ്ട് ഭഗവാൻ അപ്പുറത്ത് കൂടെ നിൽക്കുന്നത് അറിഞ്ഞില്ല. UDF-ലെ അല്ലെങ്കിൽ KSU പ്രവർത്തകരോടൊപ്പമാണ് ദൈവം കൂടെ നിൽക്കുന്നതെന്ന് മനസ്സിലായില്ലേ. ഇപ്പുറത്തുള്ളവർക്ക് ദൈവം ഇല്ലല്ലോ, അതുകൊണ്ട് അവരെ ദൈവം കൂട്ടിക്കേണ്ട ഒരു ആവശ്യം അവർക്കില്ല. ഏതായാലും മന്ത്രി സമാധാനം പറയേണ്ടി വരും. നിരപരാധികളെയാണ് ജയിലിലടച്ചത്, ICU ദുരുപയോഗം ചെയ്തിട്ടുണ്ട്, സർക്കാർ ആശുപത്രി സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്, സർക്കാർ ആശുപത്രിയിലെ ജീവനക്കാരെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്, അവരെ കൊണ്ട് വേണ്ടാത്ത പണിയെടുപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നിരപരാധികളായിട്ടുള്ള ചെറുപ്പക്കാരെ കള്ളക്കേസ് കുടുക്കി അവരെ ജയിലിൽ അടച്ചിട്ടുണ്ട്, നിയമ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. അങ്ങനെ സത്യപ്രതിജ്ഞാ ലംഘനവും നിയമ ദുരുപയോഗങ്ങളും വേണ്ടുവോളമുണ്ട്. എല്ലാ തെളിവുകളും കയ്യിലുണ്ട്, ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് മിനിറ്റുകൾ കൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം പോലും അതിന്റെ യഥാർത്ഥ വിഷ്വൽ നമുക്ക് കാണിച്ചു തന്നു. അതായത് എല്ലാ തെളിവുകളും എടുത്തുകൊണ്ട് തന്നെയാണ് KSU മുന്നോട്ട് പോകുന്നത്. ഗവർണർക്ക് പരാതി എത്തുന്നു, അതുപോലെ മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നു, രാജിവെച്ചെങ്കിൽ പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുന്നു. വെറുതെ ഒരു കളി കളിച്ചതാണ്, ആവശ്യമില്ലാതെ ഒരു കാട്ടക്കളി കളിച്ചതാണ് ഇപ്പോ ഈ പണ്ടാരം അടക്കാൻ പോകുന്നത്. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള കളി കളിച്ചു തുടങ്ങുന്നതിന് മുമ്പ് അറിയണം. കാരണം പണ്ടത്തെ കാലമല്ല. പണ്ട് നമ്മൾ കമ്പ്യൂട്ടറിനെയൊക്കെ എതിർത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിരുന്നെങ്കിലും ഇന്ന് കാലം മാറി. ലോകത്തിന്റെ ഏത് കോണിലിരുന്നും എവിടെയും നടക്കുന്ന സംഭവവികാസങ്ങളെ അപ്പക്കപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര മറച്ചാലും എങ്ങനെയൊക്കെ മറച്ചാലും ആരെങ്കിലുമൊക്കെ എവിടെ നിന്നെങ്കിലുമൊക്കെ നമ്മുടെ കൊച്ചു ക്യാമറ കണ്ണുകൾ എടുത്ത് ഇങ്ങനെ ഒപ്പിക്കൊണ്ടിരിക്കും. അത് നിമിഷ നേരം കൊണ്ട് സോഷ്യൽ മീഡിയയിലും മറ്റും എല്ലാം പ്രചരിക്കുകയും ചെയ്യും. പിന്നെ കള്ളത്തെളിവുകൾ ഉണ്ടാക്കാൻ പറ്റില്ല. ഇവിടെ ഈ പാവപ്പെട്ട ചെക്കന്മാരെ പിടിച്ച് അകത്തിട്ടിട്ട് അവർക്കെതിരെ കള്ളത്തെളിവുകൾ ഉണ്ടാക്കിയിട്ട് ഇലക്ഷനിൽ ആരെ കൊന്നാലും വേണ്ടില്ല ഒരു മുതലെടുപ്പ് നടത്താമെന്നൊക്കെയാണ് കരുതിയത്. ഇനിയിപ്പോ മന്ത്രി മത്സരിക്കാൻ പോകുന്നിടത്ത് ജനങ്ങൾക്ക് എടുത്ത് കാണിച്ചു കൊടുക്കാൻ മന്ത്രിയുടെ യഥാർത്ഥ സ്വരൂപം, വിശ്വസ്വരൂപം എടുത്ത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി KSUക്കാർക്ക് ഇട്ട മരുന്ന് അതായി എടുക്കാൻ തേച്ചത് വെള്ളപ്പാണ്ടായി. വല്ല ആവശ്യം ഉണ്ടായിരുന്നു. Different angles. Don't forget to subscribe and support this channel.